നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ഇരുവൃക്കകളും തകരാറിലായ ചെമ്മലശ്ശേരി സ്വദേശി നൌഫലിന്റെ സ്വപ്നഭവനം കൊളത്തൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറി. ഇരുവൃക്കകളും തകരാറിലായതോടെ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കാതെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു കൊളത്തൂർ ജനമൈത്രി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ വീടിന്റെ നിർമ്മാണത്തിൽ കൊളത്തൂർ പോലീസ് ഇടപെട്ടു. കൊളത്തൂർ ജനമൈത്രി പോലീസിന്റെ ഇടപെടലിന്റെ ഭാഗമായി സാമൂഹ്യ പ്രവർത്തകരുടെയും തെക്കേ സിറ്റിയിലെ യങ്സ്റ്റാർ ക്ലബിന്റെയും സഹകരണത്തോടെയും സുമനസ്സുകളുടെ സഹായത്തോടെയും വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ ഇതാ നൌഫലിന്റെ സ്വപ്നഭവനത്തിന്റെ താക്കോലും കൈമാറി. താക്കോൽ കൈമാറൽ കർമ്മം കൊളത്തൂർ എസ് ഐ ശങ്കരനാരായണൻ നിർവഹിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ ബാവ എന്ന ബഷീർ സ്രാമ്പിക്കൽ അധ്യക്ഷത വഹിച്ചു. ജോലിഭാരത്തിനിടയിലും സഹജീവികളോട് കാണിക്കുന്ന കരുണയെ അദ്ദേഹം അഭിനന്ദിച്ചു. നമ്മുടെ ഈ നാടിൻ്റെ സുരക്ഷിതത്വം, നമ്മുടെ സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കഠിനാധ്വാനവും അവരുടെ വയർപ്പുമാണെന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, അവരുടെ ജോലിഭാരം നമുക്കറിയാം. പിന്നെ അവരോട് അടുത്തിടപെടുമ്പോൾ നമുക്കറിയാം അവരുടെ ജോലി വളരെ ടെൻഷൻ പിടിച്ചതും വളരെ പ്രയാസപ്പെട്ടൊരു ജോലിഭാരം. അതിൻ്റെ ഇടയിൽ പോലും തൻ്റെ സഹജീവികളെ കണ്ടെത്താൻ അവർ കാണിച്ച ജനമൈത്രി പോലീസ്, കേരള പോലീസിലെ കൊളത്തൂർ വിഭാഗം കണ്ടെത്തിയ ആ സുമനസ്സിനെ ഞങ്ങൾ ആദരപൂർവ്വം അഭിനന്ദിക്കുകയാണ്, ആശ്ലേഷിക്കുകയാണ്. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മളെ ഈ സമയം കണ്ടെത്തി വിവിധ സ്ഥലങ്ങളിൽ പോയപ്പോൾ നമ്മളോട് ആവേശപൂർവ്വം നമ്മളോട് സഹകരിച്ച ആളുകളുണ്ട്. നമ്മളോട് ഒരു മടിയും കൂടാതെ നമ്മളെ സഹകരിച്ച നമ്മുടെ സഹകാരികളാണ് ഏറ്റവും അതിപ്രധാനം. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് നല്ല സമ്പത്തുണ്ടായിട്ടും നമ്മൾ തരാതെ നമ്മളെ മടക്കി പറഞ്ഞയച്ച അനുഭവം നമുക്കുണ്ട്. ഇതൊക്കെ കൂടുന്നത് തന്നെയാണ് നമ്മുടെ രാജ്യം. സന്തുലിതാവസ്ഥ, തരുന്ന ആളുകളും തരാത്ത ആളുകളും ദേഷ്യപ്പെടുന്നവരും അല്ലാത്ത ആളുകളും കൂടിയ ഒരു ലോകമായിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിലൊന്നും സങ്കടപ്പെടാതെ ഒരു ലേശം പിന്തിരിയാതെ ഞങ്ങൾ ആവേശപൂർവ്വം പോയപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കണ്ടെത്തി. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ പരിപാടിയാണ് നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞത്. ഒരു പുനരുദ്ധാരണ പ്രവൃത്തിയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതായത് വീട് വെച്ച് കൊടുത്താലല്ല, അതിൻ്റെ കൂടെ തന്നെ കുടുംബവും കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായമാണ് നൌഫലിന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായകമായതെന്നും ഇത് 2ാം തവണയാണ് കൊളത്തൂർ പോലീസ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതെന്നും ജനമൈത്രി ബീറ്റ് ഓഫീസർ ബൈജു ഒതുക്കുങ്ങൽ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മൾ ഒരു ബീറ്റിനിടയിലാണ് ഇത്തരത്തിലൊരു വീട് കണ്ടെത്തുകയും ഇവിടുത്തെ നാട്ടുകാരനായ നമ്മുടെ സന്നദ്ധ പ്രവർത്തകനായ ബാവാക്ക ഈ ഒരു വീടിൻ്റെ അവസ്ഥയും പിന്നെ നൌഫൽ എന്ന വ്യക്തിയുടെ കാര്യങ്ങളും ഞങ്ങളോട് പറയുന്നത്. അന്ന് തൊട്ട് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇവരുടെ വീട് പൂർത്തീകരിക്കുക എന്ന വലിയൊരു സ്വപ്നം, അവരുടെ ഒരു സ്വപ്നത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, നമ്മുടെ CI സാറ്, പിന്നെ ഇപ്പോഴത്തെ CI സാറായ സംഗീത് സാറിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ള കുറച്ച് സുമനസ്സുകളാണ്. അവർ ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ഇവരുടെ വീടെന്ന വലിയൊരു സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാകുകയുണ്ടായിരുന്നില്ല. എന്താ പറയുക, ജനമൈത്രി പോലീസ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 2ാമത്തെ തവണയാണ് കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ ഇത്തരത്തിലൊരു വീട് നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മുടെ ഓണപ്പുഴ ഭാഗത്ത് ഇതുപോലൊരു വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ വീടുകൾ നമ്മുടെ ഈ സ്റ്റേഷൻ പരിധിക്കകത്തുണ്ട്. പക്ഷെ നമ്മൾ ഇത്തരം ആളുകളെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇത്തരം പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറയുക എന്നതാണ് കൊളത്തൂർ പോലീസിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കൊളത്തൂർ എസ് ഐ അശ്വതി കുന്നത്ത്, പുലാമന്തൂൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രമോഹൻ പനങ്ങാട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ചടങ്ങിന് ട്രോമ കെയർ വളണ്ടിയർ മുഹമ്മദ് കുട്ടി മൂർക്കനാട് നന്ദിയും പറഞ്ഞു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ്, വിജയൻ, ക്ലബ്ബ് സെക്രട്ടറി സഹദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.